പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ മെറി ജിബിൻ, മാപ്രാണം, ഇരിഞ്ഞാലക്കുട രൂപത, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകനാണ് ജോർജ്. 5 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ജോർജ് ഉണ്ടായത്. അവനുണ്ടായതിന് ശേഷം അമ്മേ, അപ്പ, അപ്പച്ച എന്നൊക്കെയുള്ളൊരു വിളി കേൾക്കാൻ, അവൻ വർത്തമാനം പറയുന്നതെന്ന് കേൾക്കാൻ ഞങ്ങൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഒരു 3-4 കൊല്ലത്തേക്ക് ഞങ്ങളതൊന്നും കേട്ടില്ല. അത് കഴിഞ്ഞ് സ്പീച്ച് തെറാപ്പി അങ്ങനെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. പക്ഷേ അവൻ ഉള്ളിൽ തട്ടി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറയും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെയാണ്. ഫുൾ മൊബൈൽ നോക്കി അങ്ങനെ ഒരു ഇതായിരുന്നു. അവന് തന്നെത്താൻ ഒരു മൊബൈലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഭയങ്കരമായിട്ട് കരഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ ആ മൊബൈൽ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇനി എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. അമ്മ ആ നേരത്ത് ഉടമ്പടിയിലായിരുന്നു. ആ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവനങ്ങനെ ചെയ്തത്. അമ്മ ആ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ദിവസവും അവന് നാവിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം മുതൽ അവനിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ആദ്യം ഈ പറഞ്ഞോണം മൊബൈൽ എനിക്ക് തിരിച്ചു കൊണ്ട് തന്നു. രണ്ടാമത് കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിൽ തട്ടി തന്നെ അമ്മേ, അപ്പച്ച, എനിക്കത് വേണം, എനിക്ക് ഇന്നത് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. എനിക്ക് ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് വെള്ളം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, നിനക്ക് ഉടമ്പടി എടുക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുക്കാം. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് അത് കൃത്യമായിട്ടൊന്നും ഞാൻ ഫോളോ ചെയ്തില്ല. അപ്പോൾ രണ്ടാമതൊരു ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയാണ് പ്രാർത്ഥിച്ചത്. ഉണ്ണിയായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാണ്ട് നടക്കണ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ 2 ഉണ്ണികളെ നോക്കിക്കോളാം, നീ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് എല്ലാ ദിവസവും അവന് തൈലം പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം അതുവരെ അവൻ ഒരു കാര്യത്തിൽ 5 സെക്കൻഡിൽ കൂടുതൽ അവനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പല പല കാര്യങ്ങളിലേക്ക് ചിന്തിക്കും. അവനെ അറ്റൻഷൻ ഡെഫിഷ്യൻറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാ തെറാപ്പിസ്റ്റുകളും അതാണ് പറഞ്ഞത്. ഇപ്പോൾ അവൻ ഹൈപ്പർ ആക്റ്റീവാണ്, പക്ഷേ അറ്റൻഷൻ അവന് കൂടി വരുന്നുണ്ടെന്ന് തെറാപ്പിസ്റ്റ് പറഞ്ഞു. ഇനി അവന് തെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞു. NIPMR എന്ന് പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഇത് പറഞ്ഞത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ ഇപ്പം നന്നായി പാട്ട് പാടും, വചനം വായിക്കും. ബൈബിളിലെ പുസ്തകങ്ങളുടെ പേര് എന്നേലും നന്നായിട്ട് അറിയുന്നത് അവനാണ്. അവൻ പറയുന്ന പുസ്തകങ്ങളാണ് കുടുംബ പ്രാർത്ഥനയിൽ ഇപ്പം ഞങ്ങൾ ചെല്ലണത്. അതുപോലെ 4 വയസ്സുള്ളപ്പോൾ സ്വർഗസ്നായ നന്മ നിറഞ്ഞറിയം, ത്രിത്വസുതി, കർത്താവിൻ്റെ മാലാക, കൊന്ത ഫുൾ ചൊല്ലുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ അവനാണ്. 4 വയസ്സ് മുതൽ. ഇത്രയും വ്യത്യാസങ്ങൾ എൻ്റെ മോനിൽ വരുത്തിയത് പരിശുദ്ധ ദൈവമാതാവും തിരുക്കുമാരനും തന്നെയാണ്. പിന്നെ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും എന്നോട് ചോദിച്ചു മേടിക്കും ഇവർ 2 പേരും, 2 മക്കളും. അവർക്ക് എന്തെങ്കിലും വേദന വന്നാൽ അപ്പം പറയും, എനിക്ക് തൈലം പുരട്ടി തായോ, തമ്പാച്ചൻ്റെ തൈലം പുരട്ടിയാൽ എൻ്റെ വേദന മാറുമെന്ന് പറയും. അതേപോലെ നേർച്ച ഉപ്പും നേർച്ച തേനും എല്ലാ ദിവസവും എന്നോട് ചോദിച്ചു മേടിച്ചിട്ട് എന്നോട് പറയും, വിശ്വാസ പ്രമാണം ചെല്ലമ്മ, എന്നിട്ട് കഴിക്കാം എന്ന് പറയും. ഉടമ്പടി ജീവിതം പത്രം ഞാൻ എല്ലാം കൊടുത്ത് തീർത്തായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും, കുർബാനയിൽ പങ്കെടുക്കൊള്ളും. ആദ്യമൊക്കെ ഞാൻ കുർബാനയിൽ പോകുമ്പോൾ, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കുർബാനയ്ക്ക് പോകുമ്പോൾ ഫുൾ പല വിചാരമായിരുന്നു. ഞാൻ ഒന്നും ശ്രദ്ധിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ പല കാര്യങ്ങളും ആയിരുന്നു എൻ്റെ തലയിൽ. പക്ഷേ ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷം കൃത്യമായിട്ട് കുർബാനയിൽ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് ഞാൻ കുർബാന കൂടാൻ തുടങ്ങി. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനും ഇതിനൊക്കെ അവർ കൈ നീട്ടുമ്പോൾ ചെയ്യാറുണ്ട്. 2023 ഏപ്രിൽ 4 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എന്താണെന്നറിയാതെയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു,
ചാവണ വരെ, എനിക്ക് നടക്കാൻ പറ്റണ വരെ ഈ ഉടമ്പടിയിൽ എനിക്ക് തുടരണമെന്നാണ് ആഗ്രഹം. എത്ര മാറിയാലും എന്നെ ഇവിടെ കൊണ്ടുവരണേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് 68 വയസ്സാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ ബസ്സിലൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് നടക്കാൻ പറ്റുമോയെന്ന് അറിയില്ല എന്ന്. ആ പറഞ്ഞ ഹസ്ബൻഡ് എന്നെ ഇപ്പോൾ 3 വർഷമായിട്ട് ഞാനിവിടെ 90 ദിവസം കൂടുമ്പോൾ ഇവിടെ വരും, പത്രം മേടിക്കും, ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പള്ളികളിലും കൊണ്ടുപോയി കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കാരുണ്യ പ്രവൃത്തികളും ധർമ്മങ്ങളും ദാനങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അതിനു പകരം ഞാൻ വീട്ടിലിരുന്ന് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ എനിക്ക് മനസ്സിലാവുമ്പോൾ അവർക്ക് വേണ്ടി വചനം എഴുതി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കൗൺസിലിംഗ് ആയിട്ട് ആൾക്കാർ വന്ന് സമാധാനിപ്പിക്കാൻ പ്രാർത്ഥിക്കാനും തുടങ്ങി. എൻ്റെ വീട്ടിൽ ഞാൻ മാതാവ് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് എൻ്റെ മോന് കൊച്ചുണ്ടാവുമെന്നും അത് 9-ാം തീയതി ആണെന്നും പറഞ്ഞു. എൻ്റെ അമ്മയുടെ ആണ്ടായിരുന്നു 9-ാം തീയതി. നവംബർ 9-ന് നീ കൊച്ചിനെ എടുക്കാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അതിനു മുമ്പ് കുറേ തടസ്സങ്ങളുണ്ടായി. അവൾ 5-ാം മാസത്തിൽ ഡെലിവറി ആവുമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ട് അത് സ്റ്റിച്ചിട്ടിട്ട് കൃത്യം നവംബർ 8-ന് രാത്രി പ്രസവിച്ചു. 9-ന് എൻ്റെ കയ്യിലേക്ക് കൊച്ചിനെ കിട്ടി. പിന്നെ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനാ സങ്കടപ്പെടണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജോർജ് മിണ്ടി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നേടാ മോനെ എന്ന് പറഞ്ഞു മാതാവും നെഞ്ചത്തിൻ്റെ അടുപ്പിലേക്ക് അടുപ്പിച്ചിട്ട് പറഞ്ഞു, 5 സെൻറ്റൻസ് ഇംഗ്ലീഷും 5 സെൻറ്റൻസും മലയാളവും പറയാൻ പറഞ്ഞു. അവനത് പറയണമായിട്ട് ഞാൻ കണ്ട വഴിക്ക് ഞാൻ മരിയോട് പറഞ്ഞു, എൻ്റെ മോളോട് പറഞ്ഞു, ഇപ്പം തന്നെ നീ ഉടമ്പടി എടുക്കണം, അവന് മാറ്റം വരും, മാതാവ് തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിലല്ല, ഇപ്പോൾ നാട്ടിലേക്ക് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കുക. എൻ്റെ അനുഭവങ്ങളിൽ കൂടെയാണ് ഞാൻ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക. എൻ്റെ ഹസ്ബൻഡ് മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയിട്ട് ഈ ചിട്ടി അങ്ങനത്തെയൊക്കെ വിളിക്കാൻ നേരത്ത് കേസിൽ കിടക്കണ വീട് ശരിയാവാൻ വേണ്ടി അങ്ങനെ പല പല കാര്യങ്ങൾക്ക് കൊണ്ടുപോയിട്ട് അത് വിജയിച്ച് വരാറുണ്ട്. മാതാവിനെ ഭദ്രമായിട്ടൊരു ചെപ്പിലാക്കി ഞങ്ങളുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വയ്ക്കും. ഞാൻ എവിടെ പോയാലും ഹസ്ബൻഡ് പറയും, ഇത് കൊണ്ടുപോകല്ലേട്ട്, ഇത് ഇവിടെ ഇരിക്കട്ടെ, നഷ്ടപ്പെട്ടു പോകുന്നു. ഞങ്ങളുടെ ഫാമിലി മുഴുവൻ പ്രാർത്ഥനയിലായി. മാതാവും തിരുക്കുമാരനും 1000 നന്ദി. ഇഷ്ടംമാതിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടുണ്ട്. സമയച്ചുരുക്കം കൊണ്ട് പറയാത്തതാണ്. ഇവിടെ വന്നാൽ നമ്മൾ പറയണേലും കൂടുതൽ അനുഗ്രഹം വീട്ടിലേക്ക് വരും, ഉറപ്പാണ്. നമ്മൾ നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം നടത്തുന്ന ആളാണ് സഞ്ചാരി മാതാവ്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിൽ നിന്ന് ജോർജിനെ പറഞ്ഞു വിട്ടതാണ്. UKG പഠിക്കുമ്പോൾ അവന് അടങ്ങിയിരിക്കാൻ പറ്റില്ല, മറ്റു കുട്ടികളെ ഉപദ്രവിക്കണു, ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞു വിട്ടത്. ഇപ്പോൾ അവൻ സെൻറ്റ് സേവിയർ മാപ്രാണം സ്കൂളിലാണ് പഠിക്കുന്നത്. DCL പോലത്തെ പരീക്ഷകളിലൊക്കെ A ഗ്രേഡാണ് അവന്. താങ്ക് യു അമ്മാമ്മേ, താങ്ക് യു ഈശോയെ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടം ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും പുണ്യതേ അമ്മമ്മ. പറുദീസയായി അമ്മ ഈശോയ്ക്ക് വളരാൻ, പുണ്യശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാം. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 31-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ഇന്ന് മെറി ജിബിനും തൻ്റെ അമ്മയും തൻ്റെ കുഞ്ഞും ഈ അൾത്താരയിൽ ഈ മകന് ഇന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നിന്നുള്ള കിട്ടിയ സർട്ടിഫിക്കറ്റുമൊക്കെ ആയിട്ട് തൻ്റെ മകൻ ഇന്ന് എത്രമാത്രം സൗഖ്യപ്പെട്ടു. ആ മകൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതെല്ലാം നാം കേട്ടതാണ് അവൻ എങ്ങനെയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് നാം കേട്ട തിരുവചനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തെ, അതായത് പലതരത്തിലുള്ള വ്യക്തികൾ, പലതരത്തിലെ ബലഹീനതകളുള്ളവർ, അവർ
സുഖം പ്രാപിക്കുന്നത് കണ്ടപ്പോൾ ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. കൃപാസനം എന്ന ബെത്സൈദ കുളക്കരയിൽ ഇത് തന്നെയാണ് നടക്കുക. ഇവിടെ പലതരത്തിൽ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതൊന്നും ലോകത്തിന് വിശ്വസിക്കാൻ സാധിക്കാത്ത അസാധ്യ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാം അനുഭവിക്കുന്നു, ഹൃദയത്തിൽ നാം അനുഭവിക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ പറഞ്ഞു. അതെല്ലാം നാം കേട്ടതാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.